പാട്ട് പഠിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ പേര് ബിന്ദു KR. The one and only Bindu KR. She is a talented personality, I should say, and getting a great opportunity to meet and having a one-to-one session with artist Sachin. അപ്പോൾ ഭിന്നശേഷിയുള്ള ഞങ്ങൾ ഒരു 10-25 പെൺകുട്ടികൾ മഠത്തിൽ താമസിച്ച് പഠിക്കുന്ന അതായിരുന്നു. SLC എഴുതി കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ അവധിക്ക് ഞങ്ങൾ 2-3 പേർക്ക് എല്ലാവർക്കും വരയ്ക്കാൻ വലിയ ഇഷ്ടമുള്ളവരായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ തിരുവനന്തപുരത്ത് ഇങ്ങനെ VRC എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, അവിടെ പോയി പഠിക്കുവാണെങ്കിൽ നമുക്ക് 6 മാസം പഠിച്ചാൽ മതി, പിന്നെ ജോലി കിട്ടും, അങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബന്ധുക്കാരോടൊക്കെ പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ അവളെ എഴുതിച്ചിട്ട് വേണം, പഠിച്ചിട്ട് വേണം, ഇനിയിപ്പോൾ വലിയ കാര്യം നടക്കാം, വേറെ പണിയില്ലേന്ന് അമ്മോട് ചോദിച്ചു. എനിക്ക് വേറെ പണിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ കേട്ടുകഴിഞ്ഞാൽ പിന്നെ അതങ്ങ് നിർത്തി, വേണ്ടാന്ന് ചോദിച്ചു. ഇതിലൊക്കെ വരാനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഞാനൊരു ഇത് കണ്ടു. എന്നാ ഒരു എന്നെപ്പോലെ വയ്യാത്തൊരാൾ കുറേ പടങ്ങൾ വരച്ചിങ്ങനെ വർക്ക് ചെയ്തിങ്ങനെ ജീവിക്കുന്ന ഒരാൾ, അയാൾക്കൊരു കൈ മാത്രമേ ശേഷിയുള്ളൂ. എനിക്കും അതുപോലെ ചെയ്താലെന്താ എന്നൊരു തോന്നലേക്ക് മനസ്സിൽ തോന്നി. അപ്പോൾ ഞാൻ അനിയത്തോട് ചുമ്മാ എന്ന് പറഞ്ഞു, ഇനി എവിടെയെങ്കിലും എനിക്ക് ഓൺലൈനായിട്ടൊക്കെ പഠിപ്പിക്കുന്ന സംവിധാനം ഉണ്ടല്ലോ, അപ്പം അതൊന്ന് എവിടെയെങ്കിലും അങ്ങനെ കാണുവാണെങ്കിൽ ഒന്ന് പറയണോട്ടോ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അനിയത്തി സച്ചിൻ സാറിൻ്റെ ഫോട്ടോയും സഹിതം എല്ലാം ഇട്ടേക്കുന്നത് ചെയ്ത് നോക്കിക്കേ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ക്ലാസ് ചേർന്നു. ഓരോ ദിവസം ഓരോ ക്ലാസ് കാണുമ്പോൾ എനിക്ക് എന്തോ വലിയൊരു ഇങ്ങനെയൊക്കെ ഒരു സംവിധാനം ഉണ്ടോ, ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ ഭയങ്കര ആഗ്രഹവും ഭയങ്കര ഇൻട്രസ്റ്റും ആയിരുന്നു ആ ദിവസം അന്നേരമൊക്കെ. പക്ഷെ ഇത് ചേർന്ന് ഇത് പഠിച്ച് നമ്മളൊരു ഗ്രൂപ്പായി, ഒരു ഫാമിലിയായി. ഇപ്പം വരാനോ മിണ്ടാനോ പറയാനോ ഇപ്പം ഈ ഒരു വേദിയിലിരുന്ന് ഇത്രയും ഈ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഇരുന്ന് ഞാനിത് പറയണമെങ്കിൽ സച്ചിൻ സാറിൻ്റെ ഈ ക്ലാസ്സാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ കാരണം. It's my privilege to invite the one and only Bindu KR. She is a talented personality, I should say, and getting a great opportunity to meet and having a one-to-one session with artist Sachin. Well, this is the most proudest moment, I should say, and yes, she is. We are truly blessed to have you here. The stage is all for you. എൻ്റെ പണി എളുപ്പമാക്കി തന്ന ഒരാളാണ് ക്ലാസ്സിലത്തെ. കാരണം സ്റ്റുഡൻസ് എക്സ്ക്യൂസ് പറയും പല സമയങ്ങളിൽ. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല, ഇവൻറ്റിലോട്ട് കയറാൻ പറ്റില്ല. ആ സമയത്തൊക്കെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാറുണ്ട്. ഈ ഒരാൾ നമ്മുടെ ക്ലാസ്സിൽ എന്താ പറയാനുള്ളത്? എൻ്റെ പേര് ബിന്ദു KR. ഞാൻ ഇടുക്കി ജില്ലയിൽ മുട്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞങ്ങൾ 5 പെൺകുട്ടികളാണ്. അതിൽ മൂത്തയാളാണ് ഞാൻ. അമ്മയാണ് ഉള്ളത്. പിന്നെ അനിയത്തിമാരൊക്കെ കല്യാണം കഴിച്ചു വിട്ടു. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. പിന്നെ പാട്ട് പഠിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 10 കഴിഞ്ഞ് ഞാനൊരു മഠത്തിൽ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ ആനിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് പഠിച്ചത്. അപ്പോൾ ഭിന്നശേഷിയുള്ള ഞങ്ങൾ ഒരു 10-25 പെൺകുട്ടികൾ മഠത്തിൽ താമസിച്ച് പഠിക്കുന്ന അതായിരുന്നു. അപ്പം ഞാൻ പഠിച്ച 93-94 കാലഘട്ടത്തിൽ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു അന്ന് SLC എഴുതാൻ. അപ്പോൾ SLC എഴുതി കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ അവധിക്ക് 2-3 പേർക്ക് എല്ലാവർക്കും വരയ്ക്കാൻ വലിയ ഇഷ്ടമുള്ളവരായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ തിരുവനന്തപുരത്ത് ഇങ്ങനെ VRC എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, അവിടെ പോയി പഠിക്കുവാണെങ്കിൽ നമുക്ക് 6 മാസം പഠിച്ചാൽ മതി, പിന്നെ ജോലി കിട്ടും, അങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പം നമ്മൾ 5 പേരുണ്ടെങ്കിൽ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും പ്ലാനൊക്കെ ചെയ്ത് ശരിയായി. അപ്പോൾ 5 പേര് അപ്പം അവധിക്ക് 2 മാസം വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരാൾ ഒഴിവായി, അടുത്ത ആൾ ഒഴിവായി, പിന്നെ ഞാനും ഒഴിവായി. പിന്നെ വീട്ടിൽ വന്ന് അമ്മോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അത്രയും ദൂരമല്ലേ, എനിക്ക് തനിയെ പോകാൻ പറ്റില്ല, കൊണ്ടുപോയി വിട്ട് പോരാൻ പറ്റില്ല, അത്രയും മുട്ടുകാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ അത്രയും അങ്ങ് തനിയെ പോകാനുള്ള ശേഷിയില്ല. അപ്പോൾ ബന്ധുക്കാരോടൊക്കെ പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ അവളെ എഴുതിച്ചിട്ട് വേണം, പഠിച്ചിട്ട് വേണം, ഇനിയിപ്പോൾ വലിയ കാര്യം നടക്കാം, വേറെ പണിയില്ലേന്ന് അമ്മോട് ചോദിച്ചു. എനിക്ക് വേറെ പണിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ കേട്ടുകഴിഞ്ഞാൽ പിന്നെ അതങ്ങ് നിർത്തി, വേണ്ടാന്ന് ചോദിച്ചു. പിന്നെ PDC 2 വർഷം പോയി. പിന്നെ ഇതങ്ങ് മറന്നു. പിന്നെ ആ ഒരു വർഷം ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് പഠിച്ചെങ്കിൽ നന്നായിട്ട് ഒരു മനസ്സിന് ഇതായിരുന്നു,
പക്ഷെ അന്നത് പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ ആ സ്വപ്നമേ അങ്ങ് മറന്നു. ഇത് എൻ്റെ നോട്ട് ബുക്കിലെല്ലാം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ എല്ലാ നോട്ട് ബുക്കിലും ഉണ്ടാവും ഒരു റോസാപ്പൂവും ഒരു ഇതും. അപ്പോൾ ചില സിസ്റ്റേഴ്സ് പ്രോത്സാഹിപ്പിക്കും, ചില സിസ്റ്റേഴ്സ് പറയും ബിന്ദുവിന് പഠിക്കുന്ന സമയത്ത് വരയ്ക്കാനേ നേരമുള്ളൂ എന്ന് പറയും. അപ്പോൾ ചില സിസ്റ്റേഴ്സ് ഒന്ന് നോക്കി നിൽക്കും, പഠിക്കാൻ അത്ര ഇതില്ല, കഷ്ടി പാസ്സായുള്ളൂ, അപ്പോൾ ഇത് പഠിക്കാത്ത കഴിവുണ്ടെന്നറിയാം, പഠിക്കില്ല എന്ന് പറഞ്ഞ് കുറേ അങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ പഠിക്കുന്ന സമയത്ത് വന്ന് നോക്കുമായിരുന്നു, വരയ്ക്കുവാണോ പഠിക്കുവാണോ എന്ന് നോക്കുമായിരുന്നു. പിന്നെ അതൊക്കെ അങ്ങ് മാറി. പിന്നെ ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. പിന്നെ കുറച്ച് നാളങ്ങനെ പിന്നെ മഠത്തിലേക്ക് പോയി. കുറച്ച് നാൾ വീട്ടിലങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ തനിച്ചേ ഉള്ളൂ. പിന്നെ അമ്മയാണെങ്കിലും എന്തെങ്കിലും പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആവും വരണമെങ്കിൽ. അപ്പം അങ്ങനെയായപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നാൾ ഒരു മഠത്തിൽ പോയി നിന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കല്യാണം കഴിച്ചു വിട്ടപ്പോൾ പിള്ളേരൊക്കെ വിട്ടപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് അനിയത്തിമാർ വിളിച്ചു. വീട്ടിൽ വന്ന് കുറേ നാളൊക്കെ ഇങ്ങനെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇതിലൊക്കെ വരാനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഞാനൊരു ഇത് കണ്ടു. ഒരു എന്നെപ്പോലെ വയ്യാത്തൊരാൾ കുറേ പടങ്ങൾ വരച്ചിങ്ങനെ വർക്ക് ചെയ്തിങ്ങനെ ജീവിക്കുന്ന ഒരാൾ. അപ്പോൾ അയാളുടെ ഫോൺ നമ്പരും അതിനകത്തുണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ അയാൾക്ക് ഒരു കൈ മാത്രമേ ശേഷിയുള്ളൂ, ബാക്കി കാലും കൈയും ശേഷിയില്ലാത്ത ഒരാളാണ്. അയാളിങ്ങനെ വരച്ചതിന് കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര ആഗ്രഹം, എനിക്കും അതുപോലെ ചെയ്താലെന്താ എന്നൊരു തോന്നലേക്ക് മനസ്സിൽ തോന്നി. അപ്പം ഞാൻ അനിയത്തിയോട് ചുമ്മാ എന്ന് പറഞ്ഞു, ഇനി എവിടെയെങ്കിലും എനിക്ക് ഓൺലൈനായിട്ടൊക്കെ പഠിപ്പിക്കുന്ന സംവിധാനം ഉണ്ടല്ലോ, അപ്പം അതൊന്ന് എവിടെയെങ്കിലും അങ്ങനെ കാണുവാണെങ്കിൽ ഒന്ന് പറയണോട്ടോ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അനിയത്തി സച്ചിൻ സാറിൻ്റെ ഫോട്ടോയും ഇതെല്ലാം ഇട്ടേക്കുന്നത്, ചേച്ചി ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞു. അപ്പം ഞാനത് കുറേ നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് വരയ്ക്കുന്നതും ഓരോന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ ചോദിച്ചു ഇത് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പം അനിയത്തി പറഞ്ഞു ചെയ്തോ, കുഴപ്പമില്ല ചെയ്തോളാൻ പറഞ്ഞു. അടുത്ത് എനിക്കൊന്നും അറിയാൻ പാടില്ല, ഓൺലൈനിൽ എന്താ ചെയ്യേണ്ടതെന്നോ ഈ ഫീസ് അടയ്ക്കുന്നത് എങ്ങനെയാണ്, ഇത് എന്താ ചെയ്യേണ്ടത് എന്താണെന്നും അറിയില്ല. അപ്പം ഞാൻ അടുത്ത വീട്ടിലെ കൊച്ചിനെ വിളിച്ച് ഞാൻ ഇത് കാര്യങ്ങളൊക്കെ ചെയ്തു, ഒക്കെ ശരിയാക്കി. അപ്പം പിന്നെ ക്ലാസ് ചേർന്നു. ഓരോ ദിവസം ഓരോ ക്ലാസ് കാണുമ്പോൾ എനിക്ക് എന്തോ വലിയൊരു ഇങ്ങനെയൊക്കെ ഒരു സംവിധാനം ഉണ്ടോ, ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ ഭയങ്കര ആഗ്രഹവും ഭയങ്കര ഇൻട്രസ്റ്റും ആയിരുന്നു ആ ദിവസം അന്നേരമൊക്കെ. അപ്പോൾ ക്ലാസ് ഇത് അപ്പം ഇത്രയൊക്കെ പഠിപ്പിന് ഇതിന് ഈ ആർട്ട് ലൈൻ എന്ന് പറഞ്ഞാൽ ഇത്രയും പേപ്പർ പെൻസില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊന്നും അറിയില്ല. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ആണെങ്കിലും മേടിക്കലൊക്കെ ആണെങ്കിലും എല്ലാം ഞാൻ ഓൺലൈനിലായിട്ട് മേടിച്ചു. പിന്നെ പിള്ളേർ അനിയത്തിമാർ മേടിച്ചു തന്നു, അനിയന്മാർ എല്ലാവരും നല്ല സപ്പോർട്ടാണ്, പിള്ളേരും എല്ലാവരും സപ്പോർട്ടാണ്. ചെയ്യണം, വെറുതെ ഇരിക്കേണ്ട, ഇത് ചെയ്യുമ്പോഴാണ് ഒരു ഇതാവണേ സന്തോഷമാവണേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ ഒരുമാതിരി എല്ലാ സാധനങ്ങളും മേടിച്ചു, ഞാൻ ചെയ്തു. പിന്നെ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ഇതിനെക്കുറിച്ച് ഈവെൻറ്റിന് പങ്കെടുത്തു. ആദ്യത്തെ ഈവെൻറ്റിൽ പങ്കെടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് പറ്റുമോ, ഇത് അന്നേരം അനിയത്തിമാർ പറഞ്ഞു പോകാൻ പറ്റുമെങ്കിൽ പോകാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങണതും പിന്നെ ആ വീട്ടിലുള്ളൊരു സ്ഥലത്തേക്ക് ഞാൻ പോകില്ല, മടിയാ. എന്തെങ്കിലും എത്ര അത്യാവശ്യം ഉണ്ടെങ്കിലും പോകുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് മടിയാ. മനുഷ്യരുടെ അടുത്തേക്ക് ഇടപെടാനും പോകാനും ഒക്കെ വലിയ മടിയാ. പക്ഷെ ഇത് ചേർന്ന് ഇത് പഠിച്ച് നമ്മളൊരു ഗ്രൂപ്പായി ഒരു ഫാമിലിയായി. ഇപ്പം വരാനോ മിണ്ടാനോ പറയാനോ ഇപ്പം ഈ ഒരു വേദിയിലിരുന്ന് ഇത്രയും ഈ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഇരുന്ന് ഞാനിത് പറയണമെങ്കിൽ സച്ചിൻ സാറിൻ്റെ ഈ ക്ലാസ്സാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ കാരണം. പിന്നെ കുറേ പിന്നെ ഇത് പിന്നെ ഈ ക്ലാസ്സാണ് ഏറ്റവും വലിയ സന്തോഷം. ഓരോ വീക്കിലി മീറ്റിംഗ് നിവൃത്തിയുള്ളിടത്തോളം ഞാൻ ചെയ്യില്ല. പിന്നെ ചില ദിവസം കറങ്ങും, നെറ്റ് പ്രശ്നമാണ്, അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ക്ലാസ്സും കണ്ടു സാറിൻ്റെ ഈ ഇതും കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കെന്തോ മനസ്സിനൊരു വലിയൊരു സന്തോഷം, ദൈവത്തെ കാണുന്ന ഒരു ഫീല് എന്ന് പറയാം. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയാണ്. ആ ഒരു ക്ലാസ് കൂടി അത് കണ്ടു കഴിയുമ്പോൾ ആ ഒരു ആഗ്രഹവും അങ്ങനെ ഒരു മാഷും എന്നു പറഞ്ഞാൽ അത് ഒരു സന്തോഷമാണ്. വേറെ ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം, അന്നത്തെ കാലത്ത് കിട്ടാത്തൊരു ഭാഗ്യം ഇന്ന് കിട്ടി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ടോട്ടൽ എത്ര പെയിന്റിങ്സ് അല്ലെങ്കിൽ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്? ചുമ്മാ ഞാൻ ചെറുതായിട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഇപ്പൊ ഇതിൽ വന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ പോയാൽ പോരാ, കുറച്ചുകൂടി ചെയ്യണം. ഇനി ഞാൻ കുറച്ച് മാസ്റ്റർ പീസ് ചെയ്യാനും ഇച്ചിരി ഉത്സാഹിക്കണം, ഇച്ചിരി ചെയ്യണം. കുറച്ച് പേരൊക്കെ ചോദിക്കും ചെയ്തു കൊടുക്കാവൂന്ന്. പക്ഷെ പോർട്രേറ്റ് വരച്ചു കൊടുക്കാൻ എല്ലാവരും പറയണേ. പക്ഷെ അതിനോട് എനിക്കൊരു ഇതില്ലാത്തതുകൊണ്ട് ഞാനത് പറ്റില്ല എന്ന് പറയും. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും ചെറുതായിട്ട് ആർട്ട് വർക്കായിട്ട് ചെറുതായിട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. Thank you so much. And she is a real-time example for inspiration and happiness. നമ്മളൊക്കെ എന്തോ ഒരു എക്സ്ക്യൂസസ് ആണല്ലേ നമ്മുടെ ലൈഫിൽ പറയുന്നത് അല്ലേ? No words to say and thank you so much. And ഇത്രയും നേരം ഞാൻ പറഞ്ഞത് you are blessed to have a good teacher, but you are blessed to have a good student like her. And
Now it's time for handing over the token of love and respect to Bindu ma'am. So yeah, no words to say, and let's pray for her. And she is the best, and she's the example for the confidence. This is something, a very great moment, ladies and gentlemen. And just push your limits each and every time, because you can do it. And this is a classic example you can see in front of you. Congratulations, Bindu ma'am. The best. May God bless you. And you will reach great heights, I'm sure on the same. ഇനി നെക്സ്റ്റ് ടൈം സ്റ്റേജിലോട്ട് വരുമ്പോൾ ഇൻകം അച്ചീവ് ചെയ്ത അതെ, ഇനി ഇൻകം സ്റ്റോറി അച്ചീവ് ചെയ്തിട്ടേ ഞാൻ ഇനി ഇങ്ങോട്ട് വരൂ. Well, thank you so much.